മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. മോർണിംഗ് ടാസ്കിൽ അടുത്തതായി സംസാരിക്കാൻ വന്നത് ബിന്നി ആയിരുന്നു. ബിന്നി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച വ്യക്തിയായിട്ട് ഒരു സംശയവുമില്ലാതെ പറഞ്ഞത് നെവീനെ ആയിരുന്നു. നെവീൻ്റെ എൻ്റർടൈൻമെൻറ്റ് കൊണ്ട് തന്നെ നെവീനെ ആരും ഈ സീസൺ കഴിഞ്ഞാലും മറക്കില്ല എന്ന് ഉറപ്പിച്ച് തന്നെയാണ് ബിന്നി പറയുന്നത്. എന്നിട്ട് ബിന്നി പറയുന്നുണ്ട്, നെവീൻ്റെ ഓരോ മണ്ടത്തരങ്ങളും എൻ്റർടൈൻമെൻറ്റും പുറത്ത് ഹിറ്റാണെന്ന ഫാമിലി വീക്കിലും അല്ലാതെ പുറത്തുനിന്ന് ഓരോരുത്തരും വന്നപ്പോഴും നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നെവിൻ പലരുടെയും മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ നെഗറ്റീവായിട്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കാത്തൊരു വ്യക്തിയായിട്ട് ബിന്നി തിരഞ്ഞെടുത്തിരിക്കുന്നത് ആദിലയാണ്. അതിനുള്ള റീസൺ പറഞ്ഞത്, ഇവിടെ ആദില പഴയ കാര്യങ്ങൾ ഓരോ വഴക്കിലും എടുത്തിടും. അത് നമ്മളും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. എന്തുണ്ടെങ്കിലും പഴയ കാര്യങ്ങൾ എടുത്തിടും. ഇവിടെ ഒരാൾ ഒരു സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാക്സിമം 1 വീക്ക് അത് കൊണ്ടുപോകാം, അല്ലാതെ എപ്പോഴും അത് കൊണ്ടുപോകുന്നത് ശരിയല്ല. ബിന്നി ഉദ്ദേശിച്ചത് ആദില, നൂറ, ലക്ഷ്മി തമ്മിലുള്ള ആ ഒരു പ്രശ്നമാണ് കേട്ടോ. എന്നിട്ട് ബിന്നി പറയുന്നുണ്ട്, ആദിലയുടെയും നൂറയുടെയും പ്രശ്നം പോലെ തന്നെ ഇവിടെ ഉണ്ടായ ഒരു പ്രശ്നമായിരുന്നു ഷാനവാസിൻ്റെയും നെവിൻ്റെയും. പക്ഷേ അവരത് മാക്സിമം ഒരാഴ്ചയെ കൊണ്ടുപോയിട്ടുള്ളൂ. പിന്നീട് ഒരു വഴക്കിലും ആ കാര്യം എടുത്തിട്ടിട്ടില്ല. പക്ഷേ ആദില അങ്ങനെയല്ല. ഇന്നൊരു വഴക്കുണ്ടായാലും അന്നത്തെ ആ ഒരു സ്റ്റാൻഡ് എടുത്തിട്ട് സംസാരിക്കാറുണ്ട്. അത് വളരെ ചീപ്പായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു നെഗറ്റിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ആദിലയെ പ്രേക്ഷകരെല്ലാം പെട്ടെന്ന് മറക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ബിന്നിക്ക് എന്താണ് ഇങ്ങനൊരു ചേഞ്ച് പെട്ടെന്ന് ഉണ്ടായതെന്ന് അറിയില്ല. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ബിന്നി ഈ ഒരു കാര്യത്തിൽ ആദില, നൂറയെ സപ്പോർട്ട് ചെയ്തായിരുന്നു നിന്നിരുന്നത്. ഇനി ചിലപ്പോൾ ബിന്നിയും ലക്ഷ്മിയും ഇപ്പോൾ കിച്ചൺ ടീമിലാണ്. അവർ തമ്മിൽ നല്ലൊരു ബോണ്ടൊക്കെ ആയി വന്നിട്ടുണ്ട്. ചിലപ്പോൾ ലക്ഷ്മിയുടെ സ്വഭാവവും ലക്ഷ്മിയുടെ ക്യാരക്ടറൊക്കെ ബിന്നിക്ക് മനസ്സിലായിട്ടുണ്ടാവാം. അതുകൊണ്ടാവാം ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുമല്ലെങ്കിൽ ഇന്നലെ സാബുമോൻ എല്ലാവരോടും യാത്ര പറയുന്ന സമയത്ത് ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്ത് സാബുമോൻ സംസാരിച്ചിരുന്നു. ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കാം. ഒരു സംഘം ആക്രമിക്കാൻ വരുന്നു എന്ന് കരുതി അതിൽ ഭയപ്പെട്ട് ആ ഒരു സ്റ്റാൻഡ് മാറ്റേണ്ട ആവശ്യമില്ല എന്ന്. ചിലപ്പോൾ സാബുമോൻ്റെ ആ ഒരു സംസാരം കേട്ടിട്ടുമാവാം ബിന്നി ഇപ്പോൾ മാറ്റി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടാവുക. എന്തായാലും ബിന്നി ആദിലേനെ എതിർത്താണ് സംസാരിച്ചിരിക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.